25 ലക്ഷം രൂപയുടെ കവറേജുള്ള ഇൻഷുറൻസ് പോളിസി കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും നൽകും. ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിലും ലോങ് റണ്ണിൽ ഗവൺമെൻറ്റിന് വലിയൊരു ഹ്യൂജ് പ്രീമിയം സേവ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഇതിന് കൊടുക്കാൻ പോകുന്ന പ്രീമിയത്തിൻ്റെ 10% അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ എമൗണ്ട് ചിലവഴിച്ചിട്ട് പ്രിവെൻഷന് വേണ്ടി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എല്ലാവർക്കും കിട്ടുന്നത് പോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെൽത്ത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആക്സസിബിലിറ്റി ടു ഹെൽത്ത് ഇനിയും വേറെ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും അതിൽ. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള പ്രോമിസ് 25 ലക്ഷം രൂപയുടെ കവറേജുള്ള ഇൻഷുറൻസ് പോളിസി കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും നൽകുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോമിസ് നടപ്പിലാക്കണമെങ്കിൽ അതിന് വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ ഈ ഗവൺമെൻറ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കടം കൊണ്ട് വലയുന്ന അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി ഓൾറെഡി കടത്തിലുള്ള ഈ ഒരു കേരള സർക്കാർ ഇത് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ആശങ്കയുണ്ട്. ഈ ഗവൺമെൻറ് അതെങ്ങനെയെങ്കിലും നടപ്പിലാക്കുകയാണെങ്കിൽ അതൊരു വലിയ ചരിത്ര സംഭവമാവും. ഗവൺമെൻറ്റിന് അതിനുള്ള ബാധ്യത വലിയത് തന്നെ ആയിരിക്കും. കാരണം ഇന്ന് നമുക്കറിയാം, ക്യാൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്കിതിലൊരു അഭിപ്രായം പറയാനുള്ളത്, ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിലും ലോങ് റണ്ണിൽ ഗവൺമെൻറ്റിന് വലിയൊരു ഹ്യൂജ് പ്രീമിയം സേവ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ഇതിന് കൊടുക്കാൻ പോകുന്ന പ്രീമിയത്തിൻ്റെ 10% അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ എമൗണ്ട് ചിലവഴിച്ചിട്ട് പ്രിവെൻഷന് വേണ്ടി ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളൊക്കെ നമ്മൾ പോയി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിരിക്കാം, കിഡ്നി ഡിസീസ് ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പൊണ്ണത്തടി, വ്യായാമമില്ലായ്മ, സ്ട്രെസ്സ് എന്നൊക്കെ പറയുന്ന ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമ്മൾ തടയാൻ വേണ്ടി നമ്മൾ അതിനുള്ള ഒരു എന്താ പറയുക ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. എന്നാൽ ഈ ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ ഭാവി തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിഞ്ഞ് വരുന്ന ജനങ്ങൾക്ക് ഈ രോഗങ്ങളുടെ ഇൻസിഡൻസ് കുറയണമെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധവും എന്നിട്ട് അതിനുള്ള ക്യാമ്പയിൻ ഗവൺമെൻറ് തലത്തിൽ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഗവൺമെൻറ്റിന് വലിയ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് വശം അതിനുണ്ട്. ഒരുപക്ഷെ അത് ഈ വരുന്ന സർക്കാർ, അതിലുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ അതിനൊരു മാതൃക അവരുടെ ലൈഫ് സ്റ്റൈൽ കൂടി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലി ഹാളിലോ ഇങ്ങനെയൊക്കെ അവിടത്തേക്ക് ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ ഇൻസിഡൻസ് ഓഫ് ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കുറയ്ക്കുവാനും അതുമൂലം നമ്മുടെ ജനത ഒരു ആരോഗ്യമുള്ള ജനതയാവാനും അതിലുപരി ഗവൺമെൻറ്റിന് വലിയൊരു ഹെൽത്ത് കെയറിൻ്റെ ബാധ്യത കുറയ്ക്കുവാനും പറ്റുമെന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.